പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലാണ്. അദ്ദേഹത്തെ ദൈവം ഇന്ന് രാത്രിയിലും ശക്തമായി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇത് ഓൺലൈനിൽ ഇപ്പോൾ കേൾക്കുന്നവർ, പിന്നീട് ജോയിൻ ചെയ്യുന്ന എല്ലാ കേൾക്കുന്നവർക്കെല്ലാം ഇത് അനുഗ്രഹമാകേണ്ടതിന് കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം ശക്തമായി ഉപയോഗിപ്പാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സ്വർസ്നേഹ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പൊ ഈ പ്രവാസമത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, കൃപയും കന്നി മാധവമുള്ള കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തിരുവായിൽ നിന്ന് പുറപ്പെട്ട വചനം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പഠിക്കാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ വിശുദ്ധ പാദപ്പെടുത്ത കർത്താവേ, ലോകത്ത് നാനാഭാഗത്തുനിന്ന് കർത്താവ് സ്തോത്രം ജനം കർത്താവ് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് കടന്നു വരാൻ തക്ക കൃപക്കായിട്ട് കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് അവിടുത്തെ തിരുസാന്ധ്യം കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് തിരുസാന്ധ്യം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. വചനങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് വചനം പഠിപ്പിക്കുന്ന കർത്താവ് സ്തോത്ര. കർത്തദാസന കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിന്റെ ആലോചന കർത്താവ് ഞങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം കർത്താവ് സ്തോത്ര. സ്വർഗം കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ കർത്താവ്. ഹാലേലൂയ. കർത്താവ് വാ തുറക്കുമ്പോൾ കർത്താവ് കർത്താവ് വാ തുറക്കും കർത്താവ്. വചനം കൊണ്ട് കർത്താവ് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയ അപ്പാ സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ബൈബിൾ കോളേജിന് കർത്താവ് നേതൃത്വം കൊടുക്കുന്ന കർത്താവ് സ്തോത്ര. ഷാജി പാസനായി പ്രാർത്ഥിക്കുന്നു, ലാൽ പാസനായി പ്രാർത്ഥിക്കും. കർത്താവ് അനുഗ്രഹിക്കണം. കടന്നു വന്ന എല്ലാ ദേവദാസിമാരെ കർത്താവ് ഒരേപോലെ കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തിരുസാന്ധ്യം കൂടുന്ന കർത്താവ് അനുഗ്രഹിക്കനായ സ്തോത്രം, പ്രാർത്ഥനയ്ക്കനായ സ്തോത്രം. മാനവും മഹത്വം സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തന കർത്താവ് ഈശ്വരന്റെ വലിയ നാമത്തിൽ ആ പ്രാർത്ഥന കേൾക്കണമേ. താങ്ക് യു ബ്രദർ ഹറോൺ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ ഒരു കൺവെൻഷന്റെ സീസൺ ആണ്, അതിന്റെ പീക്ക് ടൈം. എല്ലാ ഇടങ്ങളിലും, കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇതര സഭകളുടെ ഡിസ്ട്രിക്ട് വൈസില് അതുപോലെ സോണൽ വൈസിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. പ്രാദേശിക സഭകളുടെ ഒക്കെ കൺവെൻഷന്റെ സീസണാണ്. അതിനിടയിലും ഇത്രയും പേർക്ക് കയറുവാൻ, വചനം പഠിക്കുവാൻ വേണ്ടി സംബന്ധിക്കുന്നതിൽ പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊന്ന് ഈ ആഴ്ചയും കൂടെ കണ്ടുപിടണം എന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷേ ഈ ടച്ച് നമ്മുടെതായിട്ടുള്ള ബന്ധം വിട്ടുപോകും എന്നുള്ളത് കൊണ്ടാണ്. കുറെ പേരെങ്കിലും കയറുന്നെങ്കിൽ അവർക്ക് ദൈവവചനം പഠിക്കാനും ഉള്ള അവസരം ഉണ്ടാകട്ടെ എന്നോർത്താണ് നമ്മൾ വീണ്ടും അതിനുവേണ്ടിയുള്ള ഒരു മുഖാന്തരം ഒരുക്കിയത്. ഇനി ഈ അടുത്ത ആഴ്ചയും തുടർന്നുള്ള ആഴ്ചകളിൽ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ കൺവെൻഷനുകൾ നടക്കാനുള്ള സമയമാണ്. അല്ലെങ്കിൽ IPC, ചർച്ച് ഓഫ് ഗോഡിന്റെ, അതുപോലെ തന്നെ ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയ സഭകളുടെയൊക്കെ ദേശീയ കൺവെൻഷനിലും സംസ്ഥാന കൺവെൻഷനൊക്കെ നടക്കുന്ന സമയമാണ്. ഏതായാലും ഈ സമയങ്ങളിലൊക്കെ ലോകം, ദേശം, വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ ദൈവത്തിന്റെ വചനം അറിയട്ടെ. അതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ. നടക്കുന്ന എല്ലാ കൺവെൻഷനെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ദൈവത്തിന്റെ വചനം ദേശം അറിയാൻ ദൈവത്തിന്റെ ദാസന്മാരെ കരങ്ങളിലേക്കായി നമുക്കും പ്രാർത്ഥിക്കാം. അതൊരു നല്ല കാര്യമായി തന്നെ പോകട്ടെ. ഒപ്പം തന്നെ നമുക്കും കഴിയുന്നത്രയും ആളുകൾ, കൺവെൻഷനിൽ പോകുന്നില്ലാത്ത ആളുകൾ ഇതിൽ സംബന്ധിക്കുന്നതിൽ സന്തോഷമാണ്. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്. ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ വിഷയം താൽക്കാലികമായി നമ്മൾ ഈ ക്ലാസ്സോടുകൂടി അവസാനിപ്പിച്ചിട്ട് മറ്റൊരു പുതിയ വിഷയത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. 2 വിഷയം കൂടിയാണ് ഈ സെമസ്റ്ററിൽ നിങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്ന് മിഷൻ ആൻഡ് ഇവാഞ്ചലിസം. 1 ക്ലാസ് കൂടി ഈ മാസം കൂടി ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം മറ്റൊരു വിഷയം പഠിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസനുമായി സംസാരിച്ചിരുന്നു. അത് ഹെർമനോട്ടിക്സ് അഥവാ വ്യാഖ്യാന ശാസ്ത്രം എന്ന നമ്മളൊക്കെ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്.
കാരണം നമ്മൾ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം എങ്ങനെ പഠിക്കുന്ന ഓരോ വിഷയത്തെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ പ്രസംഗം ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബൈബിൾ വാക്യം അല്ലെങ്കിൽ ബൈബിൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ആ ക്ലാസ്സിൽ ലഭ്യമാകുന്നത്. അത് നമുക്ക് അടുത്ത മാസം മുതൽ അതിന്റെ ഒരു ബേസിക്, വിശാലമായി പഠിപ്പിക്കാൻ സമയമില്ല, അതിന്റെ ഒരു ബേസിക്, കാരണം ഒരുപക്ഷെ ഏപ്രിലോടുകൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയം കൂടി പഠിപ്പിക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ നീങ്ങുന്നത്. ഞാൻ ഈ ക്ലാസ്സിനോടുകൂടി നമ്മുടെ ഈ വിഷയം അവസാനിപ്പിച്ച ശേഷം അടുത്ത ക്ലാസ് മുതൽ ഹൊമിലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം എന്ന വിഷയം പഠിപ്പിക്കാനാണ് താല്പര്യപ്പെടുക. ഹൊമിലിറ്റിക്സ് നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണത്, ഹൊമിലിറ്റിക്സ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം പഠിക്കുന്നതും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം, പറയണം, 2 വാക്ക് തെറ്റുകൂടാതെ നമുക്ക് കൃത്യമായി മറ്റുള്ളവരോട് പങ്കുവെക്കണം. സുവിശേഷം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ അതിന് പ്രസംഗം ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രബോധനം പറയുകയാണെങ്കിൽ, 2 വാക്ക് എഴുന്നേറ്റ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പങ്കുവെക്കുകയാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരിശീലനം ആവശ്യമുണ്ടോ, ഇത്യാദി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ് മുതൽ. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക. അപ്പം എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റ്, നിങ്ങൾ ഈ ഒരു പരീക്ഷയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഈ പഠിക്കുന്ന ആളുകളുടെയൊക്കെ പ്രായവും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇതൊക്കെ കണക്കാക്കിക്കൊണ്ടും, ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സൂമിലാണല്ലോ ഈ പ്രോഗ്രാം നടക്കുന്നത്, അതുകൊണ്ട് അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്, പഠിച്ച ഇതിന്റെ ഒരു ഫീഡ്ബാക്ക്, ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾക്ക് എഴുതി എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അടുത്ത ദിവസം ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇടാം. നിങ്ങൾക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പോലെ എഴുതി എന്നെ അറിയിക്കാം. ഇല്ല എങ്കിൽ വോയിസ് ഇടാം. വോയിസ് അല്ല, എഴുതി അറിയിക്കുക. അതിന്റെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെട്ടു എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം, ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾ അതിന് തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി ഓർപ്പിക്കുന്നു. നിങ്ങൾ വെറുതെ ഈ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ടൈപ്പ് ചെയ്തിടുക, ഇല്ല എങ്കിൽ വെറുതെ പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് അയച്ചാലും മതിയാവും. അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകും. നമ്മൾ ഈ ക്ലാസ്സിന്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിന്റെ ആ ഭാഗം നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പഠിച്ചു വന്നത് പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിലെ ധർമ്മ ഉപദേശങ്ങളാണ്, അല്ലെങ്കിൽ എത്തിക്സ് ഇൻ പൊളൈറ്റ് എപ്പിസ്റ്റൽസ്. ധർമ്മശാസ്ത്ര ഉപദേശങ്ങൾ എങ്ങനെ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ താൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്, അതിന്റെ വിശദാംശങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു വന്നത്. അത് പല കാര്യങ്ങൾ നമ്മൾ അതിന് ചിന്തിക്കുകയുണ്ടായി. അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തേക്ക് വിശദാംശങ്ങൾ ധാരാളം ഇനിയുമുണ്ട്, എങ്കിലും നമ്മൾ ഈ ക്ലാസ് കൂടി അവസാനിപ്പിക്കുന്നതുകൊണ്ട് 1-2 കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക, ഇതിന്റെ അവസാനം ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇനി ചിന്തിക്കുന്നത് പൗലൂസിന്റെ ധർമ്മശാസ്ത്ര മുഖങ്ങൾ, പൗലൂസിന്റെ വൈവിധ്യമാർന്ന വീക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒന്ന്, ലോകത്തോടുള്ള ക്രിസ്തീയ മനോഭാവം എന്തായിരിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിക്ക്, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക്, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക്, വേദപുസ്തക ഉപദേശങ്ങൾ അനുസരിക്കുന്ന വ്യക്തിക്ക്, അത് അംഗീകരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയായിരിക്കണം ലോകത്തോടുള്ള തന്റെ മനോഭാവം എന്നാണ്. എങ്ങനെയായിരിക്കണമെന്ന് പൗലൂസ് എന്താണ് അതിനെക്കുറിച്ച് വീക്ഷിക്കുന്നത്, തന്റെ കാഴ്ചപ്പാട് എന്താണ്, തന്റെ കൺസേൺ എബൌട്ട് എങ്ങനെയാണ് അതിനെ താൻ തന്റെ വീക്ഷണ ചിന്താഗതി എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ശ്രദ്ധിക്കുക, 2 കാലഘട്ടത്തിലാണ് അതിന്റെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, നമ്മളെപ്പോഴും സന്ധിക്കുന്ന ഒരു പ്രതലമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സന്ധിക്കുന്ന ഒരു കാലമുണ്ട്. ഒരുപക്ഷെ നമ്മൾ അനുദിന ജീവിതത്തിൽ, നമുക്കറിയാമല്ലോ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രായോഗിക ജീവിതമാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ സമൂഹത്തിൽ, കുടുംബത്തിൽ, സഭയിൽ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന്റെ മൗനമായ പ്രഖ്യാപനങ്ങളാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ക്രിസ്തീയ
ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയും ജീവിക്കാം, നമുക്ക് എന്തും ചെയ്യാം. ഈ ലോകത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയിൽ അത് നിയമങ്ങളും നിയമാവലികളും അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന സ്വേച്ഛാധിപരമായ കാര്യം നമുക്കുണ്ട്. ഒപ്പം തന്നെ നമുക്ക് നമ്മളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു പരമാധികാരമുണ്ട്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എന്തും ലോകത്തോട് വിളിച്ചു പറയാനുള്ള വ്യക്തമായ ബോധ്യം നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഭരണഘടന. ഒപ്പം തന്നെ നമ്മൾ അങ്ങനെ അത്തരത്തിൽ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ നമ്മളൊരു വിശ്വാസം കൂടിയാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ കഴിയുക? ഞാൻ ഇന്ന വ്യക്തിയാണെന്ന് പരിചയപ്പെടുത്തുക. അത് നമ്മുടെ ജീവിതത്തിലൂടെയാണ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപിതമായിരിക്കുന്ന ഒരു പരാവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു പകർത്തെഴുത്താണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുക. ഇനി ശ്രദ്ധിച്ചേ, പൗലോസ് പറയുന്ന അതൊരു കാലമാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു കാലം. രണ്ടാമത്തെ കാലം വരും കാലം, ഒരു പുതുയുഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ നാളുകളിൽ ഈ ലോകത്തു നിന്നും മാറിയ ശേഷം മറ്റൊരു ലോകത്തിന്റെ അന്തേവാസിയായി ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ജീവിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. അവിടെ നമ്മൾ എങ്ങനെയായിരിക്കണം, അവിടെ എങ്ങനെയായിരിക്കും? ഇത്തരത്തിൽ രണ്ട് കാലഘട്ടത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാനുള്ള പ്രായോഗികമായ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്നു, ഒപ്പം തന്നെ വരും ലോകത്തിൽ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അറിവുള്ളവരായി, അതുകൊണ്ട് ആ അറിവ് വെച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തെ അതിനുവേണ്ടി ക്രമപ്പെടുത്തി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ താൽക്കാലികമായി വാസം ചെയ്യുന്ന ഈ ഭൂമിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചേ. ഇന്ന് ഒന്നുകൂടി ഞാൻ പറയാം, നമ്മുടെ വിശ്വാസത്തെയൊക്കെ പ്രതിരോധിക്കാൻ, ഒപ്പം തന്നെ നമ്മളിൽ പലപ്പോഴും പ്രതിരോധത്തിന് പകരം പ്രതികരണങ്ങളാണ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. എപ്പോഴും പ്രതികരണങ്ങളാണ്, അല്ലേ? അപ്പുറമായിട്ട് നമുക്ക് എപ്പോഴും ഒരു കരണം എന്ന് പറയുന്ന ഒരു പ്രവൃത്തി, ഒരു കാര്യം നമുക്ക് പ്രഖ്യാപിക്കുവാൻ, ജീവിതത്തിൽ പാലിക്കപ്പെടാൻ കഴിയുന്നുണ്ടോ? കരണീയമായ, മാതൃകാപരമായ ഒരു കരണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, അത്തരത്തിലൊരു അവസ്ഥ നമുക്കുണ്ടോ? അതാണോ നമ്മൾ ഒരു പ്രതിസ്ഥാനത്ത് നിന്നുകൊണ്ട് അതിനെ വിഗ്രഹിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായി തീരുകയാണോ ചെയ്യേണ്ടത്? പ്രതികരിക്കുക. ശ്രദ്ധിച്ചേ, പലപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത്, പ്രതികരിക്കുകയല്ല, പ്രതിരോധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏതൊരു വസ്തുതയും, ഏതൊരു യാഥാർത്ഥ്യം നമുക്ക് മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനെ നമ്മൾ അറിഞ്ഞ സത്യം കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ടാവണം. അവിടെയാണ് ഒരു ക്രിസ്തു വിശ്വാസി വിജയിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം. ആകട്ടെ, തത്വസംഹിതയാകട്ടെ, ഇസങ്ങളാകട്ടെ, മറ്റ് വിശ്വാസങ്ങളാകട്ടെ, എന്തുമായിക്കൊട്ടെ, ലോകത്തിലെ ഏതൊരു കാര്യവും ശരിയെന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുന്ന, നമുക്ക് ബോധ്യം ഉള്ളതായിരിക്കുന്ന, നമുക്ക് ബോധ്യപ്പെട്ടതായിരിക്കുന്ന, നമ്മൾ അറിഞ്ഞ സത്യമായിരിക്കുന്നത് വെച്ചുകൊണ്ട് ആ സത്യത്തിൽ നിലനിന്നുകൊണ്ട് കൃത്യമായി ഇതിനോട് ശക്തമായി പ്രതിരോധിക്കാൻ കഴിയുക. നമ്മൾ അതിനോട് നോ എന്ന് പറയേണ്ടത് നോ എന്ന് പറയുകയും യെസ് എന്ന് പറയുന്നത് യെസ് എന്ന് പറയുകയും മാത്രമല്ല, സ്വന്തം ജീവിതത്തിലൂടെ ഇത് മറ്റുള്ളവരെ വരച്ചു കാണിക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഇതിനോടുള്ള മനോഭാവം എങ്ങനെയായിരിക്കണം? ഇനി ശ്രദ്ധിച്ചേ, ഈ ഗലാത്യ ലേഖനം 1:4 ആ വാക്കിങ്ങനെയാണ്: ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. പൗലോസിന്റെ ഒരു ഈ ലോകത്തോടുള്ള നമ്മുടെയൊക്കെ പ്രതികരണം, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീക്ഷണം, നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഗലാത്യർ 1:4 എന്താ ഇത് അർത്ഥമാക്കുന്നത്? ഈ ലോകം എന്ന് പറയുന്ന നമ്മുടെ മുമ്പിൽ എന്തിനേയും സ്വീകരിക്കുവാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ട് എന്ന് പറഞ്ഞ
നമ്മുടെയൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ ഇറങ്ങിയതിൽ നിന്നും കുറച്ചുകൂടി ഒരുപാട് കാതം നമ്മൾ സഞ്ചരിച്ചു, ഒരുപാട് അകലം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അത്തരത്തിലാണ് ഈ സഞ്ചാര മധ്യത്തിൽ നമ്മളെ തന്നെ നോക്കുകയും എത്രത്തോളം കൈമോശം വന്നിട്ടുണ്ട് നമ്മുടെ വിശ്വാസവും നമ്മൾ ഉയർത്തിപ്പിടിച്ച പല മൂല്യങ്ങൾക്കും, അല്ലെ? അപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ നമ്മൾ നഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ടാകുന്നത് പലതും നമുക്ക് ഒരു പലതിന്റെ സ്വാധീനത്തിലാകുമ്പോൾ അതെല്ലാം വിശ്വാസത്തിന്റെ ഒരു എന്തായാലും പറയുക ഒരു പ്രഖ്യാപനമാണെന്നോ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണത്തിന്റെ പ്രായോഗികതയാണെന്നോ നമ്മൾ പറഞ്ഞു വെക്കാനുള്ള ശ്രമം നടത്തുക. ഏറ്റവും ഉദാഹരണം നമ്മുടെ എല്ലാ സഭകളിലും, ഞങ്ങളുടെ സഭ ഉൾപ്പെടെ പണ്ടൊക്കെ ഈ സ്വർണം ഉപയോഗിക്കുന്ന ആളുകൾ, അത് തെറ്റോ ശരിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ ചെയ്യാൻ വിട്ടിരിക്കുന്നു. ഓക്കെ, ഈ പണ്ട് നമ്മള് ഈ വിദ്വാൻമാർ ഇറങ്ങിയ സമയത്ത് അങ്ങനെയുള്ള ആളുകൾക്ക് തിരുവത്താഴം കൊടുക്കില്ല, അല്ലെ? കൊടുക്കത്തില്ലായിരുന്നു. ഞങ്ങള് വടവാതൂർ IPC എബനേസർ സഭയിൽ ഞാൻ 1 മുതൽ ഒരു 15 വർഷത്തോളം സൺഡേ സ്കൂളിൽ 13 വർഷത്തോളം നടത്തു പഠിച്ചു. അന്ന് അവിടെ പാസ്റ്റർ PM ഫിലിപ്പ് അപ്പച്ചനായിരുന്നു. ഞാൻ ലൈവ് കണ്ടിട്ടുണ്ട് ഈ തലയില് ക്രൗൺ വെച്ച് വരുന്ന കല്യാണത്തിന് വരുന്ന വധുവിനോട് അത് അഴിച്ചു മാറ്റിക്കൊണ്ട് ദൂരെ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ആക്രോശിക്കുന്നത് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കും, ആക്രോശിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറങ്ങിയോ അല്ലെങ്കിൽ നീ കൊണ്ട് കളയടി എന്ന് പറഞ്ഞ് തർജ്ജനം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷമേ താൻ കല്യാണം നടത്തി. ഈ വെയിലിട്ട് വരുന്ന ആളുകളോ അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും അത്യാധുനിക രീതിയിലേക്ക് വന്നപ്പോൾ നമ്മുടെയൊക്കെ രൂപത്തിനും ഭാവത്തിനും ഒക്കെ വസ്ത്രത്തിന് പോലും മാറ്റമുണ്ടായ ഒരു കാലത്ത് പണ്ടൊക്കെ നമ്മൾ ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറിപ്പോയി. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഉള്ളൂ. ഇന്ന് പലതിനുമൊക്കെ പലതിന്റെ സ്വാധീനത്തിലാകുമ്പോൾ അതൊക്കെ നമ്മുടെ ഒരു എന്താണ് പറയുക ഒരു പ്രായോഗിക തലത്തിൽ നമ്മളും കൂടി അങ്ങനെയൊക്കെ അംഗീകരിച്ചേ മതിയാകൂ എന്ന് നിർബന്ധത്തോടു കൂടി ആകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. സ്വർണം ധരിക്കുന്ന ആളുകൾക്ക് തിരുവത്താഴം കൊടുക്കാതിരുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇന്ന് അവരുൾപ്പെടുന്ന അവർക്കും കൂടി കൊടുത്തിട്ട് അവർക്കും വിശുദ്ധചുംബനം കൊടുക്കാനും കൈ കൊടുക്കാനും ഒന്നും മടിയില്ലാത്തൊരു കാലമായി. എന്താ കാര്യം? 2-3 ഒരുപാട് എക്സ്ക്യൂസ് പറയുന്ന കാര്യങ്ങള് ഇത്രയേ ഉള്ളൂ. ഒറ്റയ്ക്ക് വിശ്വാസി വന്ന ആളുകളാകാം, അതുപോലെ തന്നെ മറ്റ് പല നിലയിലും മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകാം, രഹസ്യമായിട്ട് വരുന്നത് എന്തുവായിക്കൊള്ളട്ടെ അവരെ ഉൾക്കൊണ്ട് പോകണ്ടേ എന്നുള്ളൊരു ധാരണ. ഞാൻ പറഞ്ഞത് നമുക്ക് രൂപപ്പെടുവാൻ, അതാണ് വാക്ക്, അനുരൂപപ്പെടുക. നമുക്ക് രൂപപ്പെടുവാൻ ധാരാളം ഉള്ളപ്പോൾ നമ്മുടെ മുമ്പിൽ അത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ ഉള്ളപ്പോൾ നമ്മൾ എതിർക്കേണ്ടതിനും പ്രതിരോധിക്കേണ്ടത് എന്തിനെയാണ്? നമ്മൾ അനുരൂപപ്പെടേണ്ടത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തോടു കൂടി മാത്രം ആയിരിക്കണം എന്നത് നമ്മൾ ഉറക്കെ പറയേണ്ട കാര്യമാണ്. ഇനി ശ്രദ്ധിച്ചേ, നമുക്കറിയാം ഈ സ്വർണം എന്ന് പറയുന്ന വസ്തുവിന് രൂപമാറ്റം ഉണ്ടാകുമ്പോഴാണ് അതിന്റെ സൗന്ദര്യം കൂടുന്നത്. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന പല മൂല്യങ്ങൾക്കും അതിന്റെ പ്രായോഗികതയിലേക്ക് എത്തുമ്പോഴാണ് അതിന് മൂല്യം വാസ്തവത്തിൽ മറ്റുള്ളവർ തിരിച്ചറിയുന്നത്. പൗലോസ് പറയുന്നു, നിങ്ങൾ അനുരൂപപ്പെടരുത്. രൂപപ്പെടാൻ ഒരുപാട് സംഗതികൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനോട് ചേർന്ന് നിങ്ങൾ അതിനെ താൻ മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 6:14 ഗലാത്യ ലേഖനം താൻ പറയുന്ന വാക്കിതാണ്, ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗീവ് ആൻഡ് ടേക്ക്, ഒരു കൊഴുക്കുക വാങ്ങുക, അത്തരത്തിലുള്ള ഒരു സംസ്കാരമാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുക. എങ്ങനെയാണ് പറയുക? ലോകം എനിക്കും ഞാൻ ലോകത്തിനും എന്ത് ചെയ്യുക? ക്രൂശിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് പ്രതികരിക്കുന്ന ഒരു ലോകം തിരിച്ചറിയപ്പെടാൻ ഞാൻ കാണുന്നത് ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ നോ എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്റെ വിശ്വാസം സംബന്ധിച്ച്
എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ എന്ത് ചെയ്യുക, വേണ്ട എന്ന് വെക്കത്തക്ക നിലയിൽ ഞാൻ അതിനെ ഞാൻ വാസ്തവത്തിൽ പലതും ഉയർത്തിപ്പിടിക്കുമ്പോൾ ലോകത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു വ്യതിരക്തത അല്ലെങ്കിൽ ഒരു വേർപെട്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊക്കെ ഈ ബന്ധങ്ങൾക്ക് ഒരുപാട് വില കൽപ്പിക്കുന്ന ആളുകളാണ്. ബന്ധങ്ങൾ നമുക്ക് ആവശ്യവുമാണ്. പക്ഷേ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസം നിമിത്തം പല ബന്ധങ്ങളും നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട് 2 കൊരിന്ത്യർ 6:14, വിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത് എന്ന്. എന്താ അതിന്റെ വാസ്തവത്തിൽ അർത്ഥം? പല സഭകളും പല വിശ്വാസിയും പല പാസ്റ്റേഴ്സും അല്ലെങ്കിൽ പല വിശ്വാസങ്ങളും പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ സഭയിൽ കൂടുന്ന ആളുകൾ കൃത്യമായി ഈ സഭയിലെ ആളുകളുമായി മാത്രമേ ബന്ധപ്പെടാൻ കഴിയൂ. പൗലോസ് പറഞ്ഞ ഉദ്ദേശിച്ച ഒരു കാര്യം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കേണ്ട എന്നുള്ളതല്ല, ബന്ധങ്ങൾ വേണ്ട എന്നുള്ളതല്ല. നമ്മുടെ ജാതിയുമായുള്ള നമ്മൾ സാമൂഹിക ഒരു സമൂഹത്തിന്റെ ഭാഗം എന്ന നിലയിൽ, നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ നമ്മൾക്ക് എല്ലാ ആളുകളുമായിട്ട് ഒരുപോലെ ബന്ധമുണ്ടാവണം. പക്ഷേ ആ ബന്ധങ്ങൾ നമ്മളിൽ ചില വ്യതിരക്തത അല്ലെങ്കിൽ വ്യത്യസ്തത ഉള്ളവരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം വാസ്തവത്തിൽ നമ്മൾ പറയേണ്ടത്, അവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കേണ്ടത്. ഉദാഹരണത്തിന്, ഈ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പുലർത്തുന്ന ആളുകളുമായിട്ട് നമുക്ക് സഹവാസമുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ട്. ഇവരുടെയൊക്കെ ആചാരങ്ങളിലും ഇവരുടെയൊക്കെ കർമ്മങ്ങളിലും ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലും ഒക്കെ നമ്മളെയും ക്ഷണിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി അവരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ് അവരോട് ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ബന്ധം തുടർന്നു കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നമ്മൾ കണ്ടെത്തണം. ഉദാഹരണത്തിന്, വിഗ്രഹാർപ്പിതങ്ങൾ ഭക്ഷിക്കാൻ നിർബന്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നിർബന്ധപൂർവം കഴിക്കേണ്ട വരുന്നൊരവസ്ഥയിൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല എന്നും അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും ഉണ്ടാകുകയില്ല എന്നും അങ്ങനെ സംഭാഷണത്തിലോ അല്ലെങ്കിൽ അത്തരത്തിൽ അത് ഭക്ഷിക്കുവാനോ അതിനോട് ബന്ധപ്പെടുവാനോ കഴിയില്ല എന്നുള്ള കൃത്യമായി പറയാൻ നമുക്ക് കഴിയണം. പല ബന്ധങ്ങളും നഷ്ടപ്പെടുത്തുന്നത് അവരുടെ വിശേഷ ദിവസങ്ങളിലോ സന്തോഷങ്ങളിലോ നമ്മുടെ അസാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ മുൻകൂട്ടി നമ്മുടെ നയങ്ങളെ കൃത്യമായിട്ട് പറയാനുള്ള ആർജവം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബന്ധങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. ബൈബിളിലെ ഉപദേശങ്ങളോ പുതിയ നിയമത്തിന്റെ ചിന്തകളോ പഠിപ്പിക്കലുകളോ ബന്ധങ്ങളെ വിലക്കാൻ പറയുന്നില്ല. പക്ഷേ തനതായിരിക്കുന്ന നമ്മുടെ കൃത്യമായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും മൂല്യങ്ങളും കൃത്യമാണെന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ ബന്ധങ്ങളിൽ തുടരാനുള്ള അവകാശം ബൈബിൾ നൽകുന്നു. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രദ്ധിച്ചേ, വിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുത് എന്ന് പറഞ്ഞതിന്റെ കൃത്യമായ അർത്ഥം അത് തന്നെയാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളോട് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവും. ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്, ഒരു വാക്യം. അത് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്യുന്നത്, വളരെ ആവേശം കൊള്ളിക്കാറുള്ള ഒരു വാക്യമാണ്. അത് നമ്മുടെ ആ വാക്യം ഇങ്ങനെയാണ്: എനിക്കിത് ശീലമില്ല. നിങ്ങൾ ആ വാക്യം കേട്ടിട്ടില്ല? എനിക്കിത് ശീലമില്ല. എന്താ? എനിക്കിത് പരിചയമില്ല, അല്ലെ? എനിക്കിത് പരിചയമില്ല. എന്താ കാര്യം? ഗോലിയാത്തിന് മുമ്പിൽ തോറ്റുപോയ ഒരു മനുഷ്യൻ വരുന്ന ആളുകളെ മുഴുവൻ തോറ്റുപോയ പടച്ചട്ട അണിയാൻ നിർബന്ധിച്ച് യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുന്ന ഒരുവൻ. ആ സമയത്താണ് ദാവീദ് അവിടെ ചെല്ലുന്നത് സഹോദരങ്ങളെ അന്വേഷിച്ച്. താൻ സഹോദരന്മാരെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ചരിത്രം അറിയാം. ആ സമയത്താണ് ശൗല് പറയുന്നത്, ഇതാ സംഭവം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യുക, എന്റെ പടച്ചട്ടയുണ്ട്, അത് അണിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, നീ യുദ്ധത്തിന് പൊക്കൂ, അല്ലേ? അപ്പൊ ആ സമയത്ത് താൻ പറയുന്നൊരു വാക്കുണ്ട്, എന്താണെന്നറിയാമോ? എനിക്കിത്
ശീലമില്ല. എനിക്ക് ശീലം എന്തുവാ? എനിക്ക് ശീലം കല്ലും കവണയുമാണ്. അല്ലെങ്കിൽ എനിക്ക് ശീലം ആടുകളെ മേയ്ക്കാൻ വേണ്ടി കൃത്യമായി അവരെ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളുണ്ട്. അതാണ് കൃത്യമായിട്ട് എനിക്ക് ശീലം. ആ വാക്യം എന്നെ പലപ്പോഴും ധൈര്യപ്പെടുത്താറുണ്ട്. എനിക്ക് ശീലമില്ല. ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുക? ശീലിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? അഭിഷേകമുള്ള ഒരുവന്റെ കയ്യില് ആയുധം, അത് ദൈവത്തിന്റെ ആയുധം. ഒന്നുകൂടി ഞാൻ പറയാം. അഭിഷേകമുള്ള ഒരുവന്റെ കയ്യിലെ ആയുധം, അവരെന്ത് ആയുധം ഉപയോഗിച്ചാലും അത് ദൈവത്തിന്റെ ആയുധം. മനസ്സിലായോ? അത് കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട്, കഴുതയുടെ പച്ചത്താടിയെല്ലാണെങ്കിൽ അഭിഷക്തനായിരിക്കുന്ന ദൈവാത്മാവുള്ള, ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന ഒരുവന്റെ കയ്യിൽ കഴുതയുടെ പച്ചത്താടിയെല്ല് മതി. അത് അവന് ആയുധം, അത് ദൈവത്തിന്റെ ആയുധം. ഇനി ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ പ്രവൃത്തിയും ദൈവത്തിന്റെ ശുശ്രൂഷയും എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ എല്ലാവർക്കും കഴിയും. അതൊരു വ്യത്യസ്തതയാണ് എപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? എല്ലാ വർഷവും എല്ലാവരും വിതയ്ക്കും, എല്ലാവരും വളർത്തും, എല്ലാവരും കൊയ്യും. മിദ്യാന്യർ വന്നത് ആ പദം വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ആ കൂട്ടിയിട്ട ആ ഫലവുമായിട്ട് പോകും, അവകാശവുമായിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഒരാൾ തീരുമാനിച്ചു, ഈ പ്രാവശ്യം ഞാൻ അവിടെ മതിക്കുന്നില്ല, ഞാൻ ഈ മുന്തിരിച്ചക്കിന്റെ അരികിൽ കൊണ്ടേ മതിക്കുന്നുള്ളൂ. മനസ്സിലായോ? എന്റെ കാര്യം, ഈ വർഷം എന്റെ അധ്വാന ഫലം എനിക്കുള്ളതാണെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അത് അവന് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ പോലും മുന്തിരിച്ചക്കിന്റെ അരികിൽ ഒരിക്കൽ പോലും ആരും ഗോതമ്പ് മതിക്കുകയില്ല. അതൊരു വ്യത്യസ്തതയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവൃത്തിക്ക് തുടങ്ങിയവനെയാണ് ദൈവം പരാക്രമശാലി എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി? എല്ലാവർക്കും യുദ്ധം ചെയ്യാം, പക്ഷേ കുടത്തിനകത്ത് പന്തം വെച്ച് ആർപ്പ് വിളിച്ച് വിജയിക്കാൻ കഴിയുന്ന ഒരുവൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യുദ്ധം മുറയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഒരു വലിയ വിജയം ഒഴുക്കാൻ ഇടയാകുന്നത്. ആർപ്പിടുകയും പന്തം കത്തിക്കുകയും കുടമെടുക്കുകയും ചെയ്ത് എവിടെയെങ്കിലും ഒരു വലിയ യുദ്ധം വിജയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പോൾ ദൈവാഭിഷേകമുള്ള ഒരുവന്റെ കയ്യിലെ ആയുധം എന്താണോ, അതാണ് ദൈവത്തിന്റെ ആയുധം എന്ന് പറയും. അപ്പോൾ നമുക്ക് ശീലമില്ല എന്ന് പതിവില്ലാത്തത്, നമുക്ക് പറ്റില്ലാത്തത്, നമുക്ക് പാടില്ലാത്തത്, നമുക്ക് വേണ്ടാത്തത് വേണ്ട എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു വലിയ ഒരുക്കം, അപ്പം ഈ നമ്മൾ ചിന്തിക്കുന്ന ഇതാണ് നമ്മുടെ ലോകത്തോടുള്ള മനോഭാവം എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് എല്ലാ ആളുകളുമായിട്ട് ബന്ധം, അവരുടെ സഹവാസം, അവരുമായിട്ടുള്ള ഒരു ചങ്ങാത്തം ഒക്കെ നമുക്ക് വേണം. പക്ഷേ നമ്മൾ ആരാണെന്ന് അവരെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ആ ബന്ധങ്ങളെ ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും. അവർക്ക് നമ്മോടുള്ള സമീപനത്തിന് കൃത്യമായി ഒരു പ്രതികരണങ്ങളിൽ പോലും അത്തരത്തിലുള്ള വ്യത്യസ്തത അവർ തിരിച്ചറിയാം. മനസ്സിലായോ? വലിയ കല്യാണത്തിന് വിളിച്ചിട്ട് എങ്ങനെയാ എന്താ അങ്ങോട്ട് മാറി 10 മിനിറ്റ് ഇരിക്കാം എന്ന് നമ്മോട് ആരും പറയാറില്ല. വിശ്വാസികളോട് ഉണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യും? നമുക്ക് അങ്ങോട്ട് മാറിയാം, ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറി ഇരിക്കാം എന്ന് പറയും. ആവശ്യമുള്ളത് കഴിച്ചിട്ട് പോകാമെന്ന് പറയും. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മേശപ്പുറത്ത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ആളുകൾ വെച്ചോളൂ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അപ്പം പൗലോസ് പറഞ്ഞ് നമുക്ക് ഈ ധാർമ്മികമായിട്ട് നമ്മുടെ ഉപദേശങ്ങളെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ വ്യഗ്രത നമുക്കുണ്ടാകും. ഈ പൗലോസ് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം 1 കൊരിന്ത്യർ 7:7 താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഈ പൗലോസ് പഠിപ്പിച്ച അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടി താൻ ഇരിക്കുന്ന സമയത്താണ് താൻ ഇതൊക്കെ പറയുന്നത്. നമ്മൾ ഒന്നുകൂടി ഞാൻ ഇറങ്ങി പറയാം. ഈ ലേഖനങ്ങളും അല്ലെങ്കിൽ ബൈബിളിലെ പല വാക്യങ്ങളും എഴുതുന്ന സമയത്ത് അവരുടെ എല്ലാം മുമ്പിൽ സുദീർഘമായ ഒരു കാലം കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാകും എന്നൊരു ചിന്തയിലല്ല ലേഖനങ്ങളിലെ അല്ലെങ്കിൽ ബൈബിളിലെ പുതിയ നിയമത്തിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട പല വാക്കുകളും എഴുതിയിരിക്കുന്നത്. പല ഉച്ചാരണങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതി മനസ്സിലാക്കും. എങ്ങനെ എന്നുള്ളത് ഞാൻ പറയാം. എഴുതുന്ന കാലത്ത് ഞാൻ വേഗത്തിൽ മടങ്ങി വരുമെന്ന് പറഞ്ഞ് പോയ കർത്താവ് വേഗം വരും എന്ന്
വളരെ ആകസ്മികമായി എത്രയും പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ തന്റെ എഴുത്തുകൾ കൊണ്ടോ തന്റെ പ്രഭാഷണങ്ങൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി ഒരു പ്രത്യേക സംസ്കാരം ഉണ്ടാക്കി, അതിനുവേണ്ടി ഒരു പുതിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തെ ഉണ്ടാക്കി അങ്ങനെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി മാത്രം കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാത്രം അവരെ കണ്ടെത്തുന്ന ഒരു സമയം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുക്കുന്ന സമയം. പൗലോസ് ഇതൊക്കെ പറയുമ്പം നിങ്ങൾ എന്നെ പോലെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം താൻ വേണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ താൻ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി കർത്താവ് വേഗത്തിൽ വരുന്നത് കൊണ്ട് തനിക്ക് അതിനുവേണ്ടി ഒരുങ്ങണം. ഒപ്പം തന്നോടൊപ്പം താൻ സന്ധിക്കുന്ന ഏതൊരു വ്യക്തിയും അതിനോടൊപ്പം ഒരുങ്ങണം. തന്റെ വാക്കുകൾ കേൾക്കുന്ന, തന്റെ എഴുത്തുകൾ വായിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് വേഗത്തിൽ വരുന്നത് കൊണ്ട് ഒരു പാപവും ചെയ്യാതെ, ലോകത്തിന്റെ ഒരു മയവും ഉണ്ടാകാതെ, ലോകത്തിന്റെ ഒരു അനുരൂപതയും ഉണ്ടാകാതെ, ലോകത്തോട് ചേർന്ന് നിൽക്കാതെ ദൈവത്തോട് ക്രിസ്തുവിന് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരവസ്ഥ. അതാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി ശ്രദ്ധിച്ചേ, പൗലോസ് ഇതെഴുതിയത് വളരെ വേഗത്തിൽ കർത്താവ് വരും എന്നുള്ള ഉറപ്പോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ തന്റെ ജീവിതം ഒരിക്കൽ പോലും മലിനമില്ലാത്ത ആയിരിക്കണം എന്ന നിർബന്ധമുള്ളത് കൊണ്ട് താൻ അങ്ങനെ എഴുതി വെച്ചു. ഇനി ശ്രദ്ധിക്കണം, താൻ പല നിർബന്ധങ്ങളും താൻ തന്നെ ഉണ്ടാക്കി വെച്ചൊരു വ്യക്തിയാണ്. മനസ്സിലായോ? നമ്മുടെയൊക്കെ പല നിർബന്ധങ്ങൾ നമ്മുടെ ശാരീരിക ആവശ്യങ്ങൾ, നമ്മുടെ വൈകാരികമായ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില ലിഖിതമാക്കപ്പെടാത്ത ചില നിയമങ്ങൾ വെച്ച് പുലർത്തുന്നതാണ് നമ്മളൊക്കെ. പക്ഷേ പല നിർബന്ധങ്ങളും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ആണെന്ന് എത്രത്തോളം നമുക്ക് പറയാൻ കഴിയും, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം, നമുക്ക് ചില നിർബന്ധം ഉണ്ടാകണം, ചില നിർബന്ധങ്ങൾ ഉണ്ടാവണം. ആ നിർബന്ധങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തത്വങ്ങളായി മാറണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേ, പ്രസംഗമല്ല കേട്ടോ, ഞാനിത് ഈ പഠിപ്പിക്കുമ്പോൾ ഇത്ര ശക്തമായിട്ട് പറയുന്നത് നിങ്ങൾ ഓർക്കത് പ്രസംഗിക്കുകയാണെന്ന് ഓർക്കണേ, അല്ല, പഠിപ്പിക്കുക തന്നെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ചില നിർബന്ധം ഉണ്ടാകണം. എനിക്കാണെങ്കിൽ ഫുഡ് ചോറ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം 2 കാര്യം വേണം. ഒന്ന് ഉപ്പ്, രണ്ടാമത് വെള്ളം. കൊണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. അടുത്തിരിക്കുന്നത് എനിക്ക് തൃപ്തിയാണ്. ചുമ്മാ ചുമ്മാ എടുത്തിട്ട് എന്ത് ചെയ്യും, ഒന്ന് കറക്കുന്നത് എനിക്കൊരു തൃപ്തി, അതൊരു നിർബന്ധം. അത്യാവശ്യം വെള്ളം എന്ത് ചെയ്യുക, എന്ത് ഭക്ഷണം കഴിച്ചാലും അത്യാവശ്യം വെള്ളം ആദ്യം ഞാൻ കുടിക്കും, അല്ലെങ്കിൽ പിക്കിള് എടുക്കും എന്നുള്ളത് കൊണ്ട് അതെന്റെ നിർബന്ധമാണ്. അതെന്റെ ഏറ്റവും അടുത്ത് തന്നെ എപ്പോഴും ഞാൻ വെച്ചേക്കും, അതൊരു നിർബന്ധം. അപ്പം നമ്മളെല്ലാം അങ്ങനെ എന്തെല്ലാം ഭക്ഷണ കാര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളിലും. അപ്പൊ ജീവിതത്തിൽ നമ്മളൊക്കെ ഒരുപാട് നിർബന്ധങ്ങൾ അങ്ങനെ കൃത്യമായി വെക്കുന്ന ആളുകളാണ്. അപ്പം പല നിർബന്ധങ്ങളും നമ്മുടെയൊക്കെ ജീവിത ശൈലിയായിട്ടോ, നമ്മുടെ ജീവിത തത്വമായിട്ടോ, ജീവിത പ്രമാണമായിട്ടോ ഒക്കെ നമ്മൾ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, ഇതൊക്കെ നമ്മുടെ വൈകാരികമായ, നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടി, മാനുഷികമായ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത്തരം നിയമങ്ങളും നിയമാവലിയും ഒക്കെ നമ്മൾ വളരെ കൃത്യമായി സൂക്ഷിക്കാൻ, പാലിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ, നമ്മുടെ ചിന്താഗതികൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വിശ്വാസത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ചുള്ള ചില നിർബന്ധങ്ങൾ എന്തുകൊണ്ട് നമുക്ക് ഉയർത്തിപ്പിടിച്ചുകൂടാ, അല്ലെങ്കിൽ അങ്ങനെ വെച്ച് ജീവിതത്തിൽ പാലിക്കപ്പെട്ടുകൂടാ, പലർക്കും അത് പരിചയപ്പെടുത്തിക്കൂടാ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമ്മോട് സന്ധിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോകണ്ട കേട്ടോ, ആ പുള്ളി അങ്ങനത്തെ ഒരു പാർട്ടി അല്ല കേട്ടോ, ആ പുള്ളിക്ക് അങ്ങനത്തെ ഒരാളല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ, അങ്ങനെ ആളുകളെ കൊണ്ട് എന്ത് ചെയ്യാൻ, പറയിപ്പിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? അത് കുഴപ്പമൊന്നുമില്ല, എന്നാ ബന്ധക്കോസ്, കുഴപ്പമില്ലെന്നേ. നിങ്ങളുടെ കോട്ടയങ്ങാട് ചോദിച്ചു എന്നാണ് വിശേഷം? എന്നാ വിശേഷം. നമ്മളിങ്ങനെ അപ്പം നല്ല വിശേഷം ഞങ്ങൾ പറഞ്ഞു കേട്ടോ, അത് മോശം വിശേഷമല്ല എന്ന് പറഞ്ഞ പോലെ ആ പുള്ളിയോട് നമുക്ക് സമീപിക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പുള്ളി നമ്മളവിടെ കൂടുന്ന ആളാ. ചിലർ പറയും പറ്റത്തില്ല, പുള്ളി ഭയങ്കര ബന്ധക്കോസാ. എന്നാ ബന്ധക്കോസ്? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇപ്പം ഇവിടെ ശ്രദ്ധിച്ചേ, പൗലോസ് പറഞ്ഞതറിയാമോ, നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആകണം. എന്താ കാര്യം? കർത്താവ് വരുന്നു, അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഒരുക്കത്തോടു കൂടി ഇരിക്കുകയാണ്. കാലം എത്രയോ കഴിഞ്ഞ്, എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങളായി. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ആ നിർബന്ധം എന്നെ പോലെ ആകണം എന്ന് പൗലോസ് കൃത്യമായി ഉയർത്തിപ്പിടിച്ച ചില
തത്വങ്ങളെ പോലെ നമുക്കും എന്തുകൊണ്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്തരം നിർബന്ധങ്ങളും ചില തത്വങ്ങളും ചില നിയമങ്ങളും നിയമാവലികളും ജീവിത ശൈലികളും നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി എപ്പോഴും ഒരു ഒരുക്കമുള്ളവനാണെന്ന് നമുക്ക് തന്നെ ഒരു വിശ്വാസവും മറ്റുള്ളവരെ എന്ത് ചെയ്യുക അത് പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് അവർക്കും നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു മുഖാന്തരവും നമ്മൾ വിശ്വസിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സത്യമുണ്ട് എന്നുള്ളത് അവർക്കും ബോധ്യപ്പെടുന്നത് ഇത്തരം നിർബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ ആവണം. മനസ്സിലായോ? കർത്താവ് വരുമെന്നുള്ളത് നമ്മളെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ്, അല്ലേ? നമുക്കെല്ലാം പറയുന്ന കാര്യമാണ്. എപ്പോൾ സമയം അറിയില്ല, എന്നാലും വരും. അങ്ങനെയാണെങ്കിൽ ആദിമകാലത്തുണ്ടായ അതേ ഒരുക്കം, അതേ തിടുക്കം, അതേ നിർബന്ധം, അതേ എന്താ പറയാ ആവല് എന്തുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഇല്ല എന്നത് നമ്മളത് തിരിച്ചറിയണം. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സഭയൊക്കെ അങ്ങ് അല്ലെങ്കിൽ ആളുകളൊക്കെ അങ്ങ് സ്ഥാപനവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിനായി മാറി, നമ്മളൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥാപനവൽക്കരിക്കപ്പെട്ട സ്ഥാവര ജംഗമ വസ്തുക്കളായി നമ്മളും നമ്മുടെ വിശ്വാസവും തീരെഴുതപ്പെടുന്നത് കൊണ്ട് എന്നോട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ സ്ഥാവര ജംഗമ വസ്തുക്കളായി തീരെഴുതപ്പെടുന്നത് കൊണ്ട്, സ്ഥാപനവൽക്കരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാം എന്നൊരു ഒരു മെല്ലപ്പോക്ക് നയം അല്ലെങ്കിൽ സമദൂര സിദ്ധാന്തം. ശരിദൂരം, ഇപ്പം ശരിദൂരമാണ്, സമദൂരം മാറി ശരിദൂരമാണ്. അപ്പം ശരിയെന്ന് ആരോട് തോന്നുന്നുവോ, നമുക്ക് തോന്നുന്നുവോ അവരോടങ്ങ് കൂടാം. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രായോഗിക സംസ്കാരത്തിലേക്ക് നമ്മളൊക്കെ മാറ്റപ്പെടുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു എന്ന്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ പണ്ട് കർത്താവ് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആലയത്തിന്റെ അടുത്ത് പോയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ആലയം പ്രാർത്ഥനാലയം അത് കള്ളന്മാരുടെ ഗുഹയാക്കി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, എല്ലാവരും അടിച്ചോടിക്കുകയായിരുന്നു. ഇന്നത്തെ കാലത്താണ് എന്റെ ഭാഷ്യമാണ്, നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാം, ഇത് എന്റെ ഒരു ഭാഷ്യമാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, കള്ളന്മാരുടെ ഗുഹ മുഴുവൻ എന്ത് ചെയ്യാ, ആരുടാവേ പ്രാർത്ഥനാലയമാക്കി നിന്ന് കർത്താവ് ചോദിക്കുള്ളൂ, അല്ലേ? എന്താ നടക്കുന്നല്ലേ? അയ്യോ പോട്ടെ, കള്ളന്മാരുടെ ഗുഹ എല്ലാം കൂടി ആരുടാവേ പ്രാർത്ഥനാലയം ആക്കിയെന്ന്. വ്യക്തി നമ്മളൊക്കെ ഒരു പ്രസ്ഥാനമായി മാറിയെന്നേ. അതുകൊണ്ടല്ലേ നമുക്ക് അധികാരത്തിന്റെ ഉള്ള ഭ്രമം, അതുകൊണ്ടല്ലേ നമ്മളെ പുകഴ്ത്തണം എന്നുള്ള ഭ്രമം, അതുകൊണ്ടല്ലേ ഞാൻ എന്ന വ്യക്തിയെ എന്ത് ചെയ്യുക പരിഗണിക്കണമെന്നുള്ള ഒരു മോഹം, അല്ലേ? ചപ്പൊന്നും ചവറൊന്നും എണ്ണിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക പലതും നമ്മൾ ത്യജിച്ച് വേണ്ട എന്ന് വെച്ചിട്ട്, ലഭിക്കാവുന്ന എല്ലാ മാന്യതയും നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഇറങ്ങിയ ആളുകൾ ഇപ്പോൾ അതെല്ലാം തിരികെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. പൗലോസ് പറഞ്ഞ വാക്യതാണ്, ലോകത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? എന്നെ പോലെ ആയിരിക്കും. എന്താ? കർത്താവ് പെട്ടെന്ന് വരും, അതുകൊണ്ട് അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുക. ശ്രദ്ധിച്ചേ, പണ്ട് ഒരു ഉദാഹരണം പറയാവേ. ഉദാഹരണമാണ്, നിങ്ങൾ ആ രീതിയിൽ കാണാൻ കൊണ്ടിരുന്നത്. ഈ ഒരു മദ്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പം ഒരു പട്ടിക്കുട്ടി ഈ വഴി നിന്ന് ഇങ്ങനെ കരയുക. തനിക്ക് നല്ല പൂസായതുകൊണ്ട് താൻ അതിന്റെ തോളെ വെച്ച് വീട്ടിൽ കൊണ്ടുവന്നു. സാധാരണ പിള്ളേർക്ക് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങിക്കും, പാല് വാങ്ങിക്കും. അന്ന് താൻ കൊണ്ടുവന്ന ടൈഗറും ഈ പാലും ഒക്കെ രാവിലെ പിള്ളേർക്ക് കൊടുക്കാതെ തന്നെ ഇദ്ദേഹം പട്ടിക്ക് കൊടുത്തു. പട്ടിക്ക് പേരുവിട്ട് ടൈഗർ. ചുരുക്കം പറഞ്ഞാൽ പിള്ളേർക്ക് പിന്നെ പാലും ടൈഗർ ബിസ്ക്കറ്റ് ഒന്നും ഇല്ല, പട്ടിക്കായി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഇതിന്റെ ടോൺ അങ്ങ് മാറി. നമുക്കറിയാമല്ലോ, ഈ കൊര കേൾക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ ടോൺ കേൾക്കുമ്പോൾ അറിയാം ഏത് വിഭാഗമാണെന്ന്, അല്ലേ? മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത് ലോക്കൽ പട്ടിയാണോ അതോ പ്രമോദനാണോ അല്ലെങ്കിൽ ഡാഷ് ആണോ ലാബാണോ ലാബഡാണോ എന്താണെന്നുള്ളത്. ഇത് സാധാരണ പട്ടി ആയതുകൊണ്ട് വീട്ടുകാർക്ക് ശല്യമായപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് ഉപേക്ഷിച്ചേക്കാന്ന് പറഞ്ഞു. പുള്ളി അവസാനം ഈ ഒരു രാത്രിക്ക് വന്ന്
വൈകിട്ട് ഭാര്യയും പിള്ളേരും ഒന്ന് സമരം തുടങ്ങി ഇതിനെ ഉപേക്ഷിക്കാൻ. കാരണം അത്രയ്ക്ക് ശല്യമാണ്. പിള്ളേർക്ക് പാല് കിട്ടുന്നില്ല, മുട്ട കിട്ടുന്നില്ല, പിള്ളേർക്ക് ബിസ്ക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം ഈ പട്ടി ഭക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചേക്കാന്ന്. ചുരുക്കം പറഞ്ഞാൽ ഭാര്യയുടെയും കുട്ടികളുടെയും നിർബന്ധം മൂലം ഇദ്ദേഹം മനസ്സോടെ ഇദ്ദേഹം ഈ പട്ടിയെ ഒരു ചാക്കിനകത്ത് കയറ്റി. രാത്രി കിട്ടിയ സാധനമായതുകൊണ്ട് രാത്രിക്ക് തന്നെ അദ്ദേഹം അത് കളയാൻ തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ, രാത്രി കിട്ടിയ സാധനം രാത്രിക്ക് തന്നെ കളയാൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ സൈക്കിൾ എടുത്തു, പട്ടിയെ പുറകെ വെച്ച് കെട്ടി, ഒരു 5 ബാറ്റയുടെ വലിയ ടോർച്ചുമായിട്ട് താൻ സൈക്കിൾ ചവിട്ടി ഒരു 5-8 കിലോമീറ്റർ അപ്പുറം ചെന്ന് ഒരു 4 കൂടി വഴി ചെന്ന് വണ്ടി സൈക്കിൾ നിർത്തി പട്ടിയുടെ ഈ ചാക്കഴിച്ചു, അതിന്റെ കെട്ടഴിച്ചു. എന്നിട്ട് കയ്യിലേക്ക് ടോർച്ച് അടിച്ചിട്ട് ടാറ്റ അടിച്ച് കാണിച്ചു, പട്ടിയോട് പൊക്കോ, നമ്മൾ യാതൊരു ബന്ധവുമില്ല, പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു 5-8 ഒരു കിലോമീറ്റർ ഇപ്പുറം ഇഞ്ഞു പോന്നു. അവസാനം പട്ടി ഒത്തുചേരാൻ ധൈര്യമായി നോക്കി, പട്ടിയോട് ടാറ്റ ഒക്കെ പറഞ്ഞ് മറിഞ്ഞ് കുറെ സംസാരിച്ച് മറിഞ്ഞ് കാണത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ വീട്ടുകാർ ശല്യമാണ്, അതുകൊണ്ടൊക്കെയാണ് നിന്നെ പറഞ്ഞു വിടുന്നത് എന്നെല്ലാം പറഞ്ഞ് പട്ടിയെ പറഞ്ഞു വിട്ടു. പട്ടിയെ കുറച്ചങ്ങോട്ട് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാട്ടിനകത്തോട്ട് കയറി. ഇദ്ദേഹം നോക്കുമ്പം ഈ നല്ല ഒരു ചെറിയ സാധനം പുള്ളി അടിച്ചിട്ടുള്ളത് കൊണ്ട് 4 സ്ഥലത്തോട്ട് വഴിയാണ്. പുള്ളി വന്ന വഴി ഏതാണെന്ന് പുള്ളിക്ക് അറിയാൻ പറ്റില്ല. ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും എല്ലാം വഴിയാണ്. ഇദ്ദേഹം ഇങ്ങനെ എങ്ങനെ വീട്ടിൽ പോകണമെന്ന് അറിയാതെ 1 മണിക്കൂർ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, കറങ്ങി വീണ്ടും പഴയ സ്ഥാനത്ത് വരും. അങ്ങനെ കിടന്ന് കറങ്ങ്. ചുരുക്കം പറഞ്ഞാൽ ഒരു വെളുക്കാപ്പുറായപ്പം താൻ ഉപേക്ഷിച്ച പട്ടി ഫ്രണ്ടിൽ പോയി. ആ പട്ടി ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി. പറഞ്ഞ മനസ്സിലായോ? നമുക്ക് ഈ ജീവിതത്തിന്റെ പല വൈതരണികളാണ്. നമ്മൾ വേണ്ടെന്ന് വെച്ച പലതിനോടും, നമ്മൾ യാത്ര പറഞ്ഞ പലതിനോടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു മമത നമുക്ക് തോന്നുന്നത്. നമ്മളെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ പേരിൽ ആത്മാവിന്റെ പേരിൽ, അഭിഷേകത്തിന്റെ പേരിൽ, ക്രിസ്തുവിന്റെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിലൊക്കെ വേണ്ട നോ എന്ന് പറഞ്ഞ പലതിനോടും നമ്മൾ എന്ത് ചെയ്യുക, പിന്നീട് ഒരു ചെറിയ മമത ഉണ്ടാകുക, ചെറിയ ഒരു ഇഷ്ടം വീണ്ടും തോന്നുക. അത് നമ്മളെ വീണ്ടും എന്ത് ചെയ്യുക, പഴയ പടിയിലേക്ക് നമ്മളെ നേർവഴി നയിക്കുന്നൊരു മോഹം നമ്മളിലേക്ക് ഉണ്ടാകും. ഞാൻ പറഞ്ഞത് പൗലോസിന്റെ ഈ ലേഖനങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൗലോസ് പറഞ്ഞതാണ്, ഒറ്റ കാര്യമേ ഉള്ളൂ: ലോകത്തിന് അനുപരാകാതിരിക്കുക. നിങ്ങൾ എന്നെ പോലെ എന്ത് ചെയ്യണം, ആയിരിക്കണം. ഈ റോമർ 13:1 ഒരു കാര്യം പറയുന്നുണ്ട്: അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക. 13:1 അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക. ഈ മതേതര അധികാരങ്ങളുള്ള ക്രിസ്തീയ സമീപനം, നമ്മുടെ ഈ അധികാരങ്ങളോടുള്ള ക്രിസ്തീയ സമീപനം എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചോദിക്കും, നമ്മളൊക്കെ ഏറ്റവും വലിയ ശക്തി ഒരു വലിയ വോട്ട് ബാങ്കാണ്. പ്രത്യേകിച്ച് മധ്യ കേരളവും കുടിയേറ്റ ഗ്രാമങ്ങളായ വടക്കൻ മലബാറും ഒക്കെ നമ്മൾ ക്രിസ്ത്യൻസ്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് കോട്ടയം, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഒക്കെ പെന്തക്കോസ്തരുടെ ഒരു വലിയ കേന്ദ്രമാണ്, ഒരു വലിയ വോട്ട് ബാങ്ക് എന്നാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ നിൽക്കുന്നതിൽ നമ്മളൊക്കെ വിമുഖത കാണിക്കുന്നത്? ഇന്നിപ്പം ഈ പ്രാവശ്യം എത്രയോ സഹോദരന്മാരും എത്രയോ സഹോദരിമാരും എത്രയോ ആളുകളും വിജയിച്ചു വന്നു പല പാർട്ടികളിൽ. ഇപ്പം പഞ്ചായത്ത് മെമ്പർമാരായിട്ടും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഒക്കെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിലേക്ക് അവർ വിജയിച്ചു വന്നിട്ടുണ്ട്. ഈ പല ആളുകൾക്കും എന്തുകൊണ്ടാണ് ഇതിൽ നിൽക്കാൻ വയ്യാത്ത കാര്യം എന്നറിയാമോ? ഒരു മെമ്പറായി ഒരു വാർഡിൽ നിന്നാൽ ആ വാർഡിൽ നടക്കുന്ന സകല കാര്യങ്ങൾക്കും ഈ മെമ്പറിന്റെ സാന്നിധ്യം ഉണ്ടാകും. തിരി കത്തിക്ക് മുതൽ സകല കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടി വരും. സകല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അമ്പലത്തിലും പള്ളിയിലും വിഗ്രഹത്തിന് മുമ്പിലും ഒക്കെ എന്ത് ചെയ്യും, നിൽക്കേണ്ടി വരും. മറ്റുള്ള കത്തിച്ചതിന്റെ നമ്മുടെ നേരെ നീട്ടുമ്പോൾ മെമ്പർക്ക് ഇത് വാങ്ങിച്ച് കത്തിക്കാതിരിക്കാൻ പറ്റുമോ? നോ എന്ന് പറയാൻ പറ്റുമോ? അപ്പം ചുരുക്കം പറഞ്ഞാൽ ഇതിലൊക്കെ സമ്മതമാണെന്ന ഒരുക്കമുള്ളവരാണ് പലപ്പോഴും ഇതിലേക്ക് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന്, അല്ലെങ്കിൽ അതിനോടൊരു വിധേയത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് അന്നത്തെ ഒരു കോണ്ടസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അന്ന് തീർച്ചയായിട്ടും എല്ലാ ആളുകളും റോമൻ ഭരണത്തിന്റെ കീഴിലായതുകൊണ്ട് ഒരു വിധേയത്വം ഒരു വിധേയത്വമുണ്ട്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന ആളുകൾ, ഭരണം നടത്തുന്ന ആളുകളോടുള്ള പ്രതിബദ്ധത ഏറ്റവും കൂടുതലായിരുന്നു. മറ്റൊരു കാര്യം, ആ കാലഘട്ടങ്ങളിൽ
അധികം, പ്രത്യേകിച്ച് പൗലോസൊക്കെ കിടുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ ആളുകളെയും ഒരുപോലെ കാണുകയും എല്ലാ ഇതര മതസ്ഥർക്കോട് എല്ലാ മതസ്ഥരെയും ഒരു മതേതരത്വ സ്വഭാവം, ഒരു സംസ്കാരം ഉണ്ടാക്കി വെച്ചിരുന്ന സമയത്താണ് താൻ ഇതൊക്കെ എഴുതുന്നത്. ശ്രദ്ധിച്ചേ, മാത്രമല്ല ഈ തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളോടും അത് നിന്നുകൊണ്ടുള്ള ഒരു 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 വിധേയത്വമായിരിക്കണം. വിധേയത്വം എന്ന് പറയുന്നത് നിയമങ്ങളെ പാലിക്കാനുള്ള ഒരു അനുഭാവമോ ആയിരിക്കണം. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ഇന്ന് ആധാർ ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ആധാർ ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് സർക്കാർ സംവിധാനങ്ങൾക്കും ആധാർ വേണം. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ തന്നെ വാഹനം നമ്മൾ നിരത്തിൽ ഇറക്കുമ്പോൾ മുതൽ നമ്മൾ പാലിക്കേണ്ട സകല ട്രാഫിക് നിയമങ്ങളും, ഉണ്ടാക്കി വെച്ചിട്ടുള്ള സകല നിയമങ്ങളും, ഗതാഗത വകുപ്പിന്റെ സകല നിയമങ്ങളും അനുസരിച്ച് പോയില്ല എങ്കിൽ തക്ക ശിക്ഷയും പിഴയും നമുക്കുണ്ടാകും. ഈവൻ ഒരു പരസ്യയോഗം നമ്മൾ നടത്താൻ വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത്ര ഡെസിബിൾ അല്ലെങ്കിൽ ഇത്ര വാട്ട്സ് സൗണ്ടിന് മുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ഇപ്പോൾ അക്ഷയ വഴി പോയി നമ്മൾ പെർമിഷൻ എടുത്ത് അതിന്റെ ഒരു ഹാർഡ് കോപ്പി അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് കോപ്പി നമ്മുടെ കയ്യിൽ വെച്ച് അത് സൂക്ഷിച്ചുകൊണ്ടാണ് കൺവെൻഷൻ നടത്തുകയോ പരസ്യമോ നടത്തുകയോ ചെയ്യുന്നത്. ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമപരമായിട്ട് ഇത് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതും, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇതൊക്കെ അംഗീകരിച്ചേ മതിയാകൂ. ഇതൊക്കെ അംഗീകരിക്കാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ ആ സമയം തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അതിന് ഒരിക്കൽ പോലും വ്രണപ്പെടുത്തേണ്ടി വരികയോ അല്ലെങ്കിൽ കടം കൊടുക്കേണ്ടി വരികയോ അതിനോട് ഇഴുകിച്ചേരേണ്ടി വരികയോ തോൽവി സമ്മതിക്കേണ്ടി വരികയോ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ, വിധേയത്വം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ, തനതായിരിക്കുന്ന വിശ്വാസത്തെ അടിയുറയി വെക്കാതെ ആ നിയമങ്ങളെ പാലിക്കുക വഴി അംഗീകരിക്കുക എന്നുള്ള വിധേയത്വം മാത്രമാണ് നമുക്കുണ്ടായത്. ഇനി മറ്റൊരു കാര്യം, നമുക്കറിയാം ഇവിടുത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളെയും, ഇവിടെ രാജ്യം ഭരിക്കുന്ന ആളുകളെ, ഈവൻ കോടതികളെ നിയമങ്ങളെ പോലും ആളുകൾ ഇപ്പോൾ ചോദ്യം ചെയ്തു തുടങ്ങി. ഭരിക്കുന്ന ആളുകളോട് ശക്തമായി നിയമങ്ങൾ ഒരു നിയമനിർമ്മാണ സഭകളിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അമെൻമെന്റ് ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ബില്ലുണ്ടാകുമ്പോൾ അതിനെ അനുകൂലിച്ചും എതിർത്തും ആളുകൾ സംസാരിക്കും. അതിനെ ഈ പരമോന്നത കോടതിയുടെ ഒരു വിധി വരുമ്പോൾ അതിനോട് നിയമപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ കൃത്യമായി പറയാറുണ്ട്, എതിർക്കാറുണ്ട്. ഭരിക്കുന്ന ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്ത് നോക്കി അവരുടെ നേരെ ആരോപണം ഉന്നയിക്കാൻ യാതൊരു ചാഞ്ചല്യമില്ലാത്ത ഒരു സംവിധാനം നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ വിമർശനങ്ങൾക്കും ചോദ്യം ചെയ്യലിനും വിധേയപ്പെട്ടവരാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു ഇത്രയും ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉയർത്തുന്ന വിശ്വാസവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളും നമ്മൾ ഒരു പൗരൻ എന്ന നിലയിൽ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെയും കൃത്യമായി അനുഭവിക്കുവാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ഒരു ആർജവം കൂടി ഉണ്ടാവണം. അതിന് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പറ്റില്ല എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് നിയമങ്ങൾ അംഗീകരിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമേ കണ്ടാൽ മതി. അപ്പോൾ നീ ശ്രദ്ധിക്കുക, ഇനി ഈ പൗലോസ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു വന്ന ധാർമ്മിക ഉപദേശങ്ങളിൽ ലോകത്തോടുള്ള നമ്മുടെ കടമയും കടപ്പാടും എന്ന നിലയിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യത്യസ്തതയുള്ള വ്യക്തിയായി എന്തിനോടും വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞോ പറയാതെയോ മറ്റുള്ളവരെ അറിയത്തക്ക നിലയിൽ നമ്മളെ തന്നെ ആ വിശ്വാസത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള കാര്യമാണ് പൗലോസ് ഇവിടെ കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പൗലോസിന്റെ ഈ ധർമ്മോപദേശങ്ങളിൽ പരിഗണിക്കപ്പെടേണ്ടതും അവഗണിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങൾ അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഒന്ന് പരിഗണിക്കപ്പെടേണ്ടതും അവഗണിക്കപ്പെടേണ്ടതും. നാം പിന്തുടരേണ്ട അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ട വിശേഷണ ഗുണങ്ങൾ, വിർച്വസ്, ഒരു വലിയ പട്ടിക തന്നെ നമുക്ക് ഫിലിപ്പ് ലേഖനം 4:8, ഗലാത്യ ലേഖനം 5:22 മുതൽ 22-23 വാക്യങ്ങളാണ് വാസ്തവത്തിൽ അതിന്റെ ഒരു ആത്മാവിന്റെ ഫലങ്ങൾ എന്ന നിലയിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ആഗ്രഹിക്കേണ്ട വസ്തുതകൾ എന്തൊക്കെയാണ്, വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ഫിലിപ്പ് ലേഖനം 4:8 പറയുന്നുണ്ട്. ധരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കൊലോസ്യ ലേഖനം 3:12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ഇനി അപ്പം നമ്മൾ പാലിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ഗുണങ്ങളും അവഗണിക്കപ്പെടേണ്ട ദുഷ്ടതകളും പൗലോസ് വളരെ കൃത്യമായി തന്റെ ലേഖനങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പൗലോസ് ഈ തന്റെ ലേഖനങ്ങളിൽ ഇത്തരം ഒരു ധാർമ്മിക ഉപദേശം എഴുതാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, ആദിമസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് സഭയിലെ സംസ്കാരം ഒരു സങ്കര സംസ്കാരമാണ്. അതുവരെ കർമ്മമാർഗങ്ങളിലൂടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുകയും വിശ്വാസത്തെ അത്തരത്തിൽ രൂപപ്പെടുത്തുകയും പരുവപ്പെടുത്തുകയും ചെയ്ത ഒരു കൂട്ടം ആളുകൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ വന്ന് പെടുന്ന അല്ലെങ്കിൽ വന്നെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് സഭയായതുകൊണ്ടും ആ സഭയിൽ വൈവിധ്യമാർന്ന സംസ്കാരവും ആചാരങ്ങളും വെച്ചു പുലർത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടും പൗലോസിനെ പോലുള്ള ഉപദേഷ്ടാക്കന്മാർ സഭ സ്ഥാപിക്കുകയും പിന്നീട് വീണ്ടും സഞ്ചരിക്കുകയും വീണ്ടും സഭ സ്ഥാപിക്കുകയും വീണ്ടും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ സമയങ്ങളിൽ സഭകളിലെ അംഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരുപാട് ദുരുപദേശങ്ങളായിരുന്നു. കാരണം ഉപദേഷ്ടാക്കന്മാരെ കൃത്യമായി നടത്താൻ നിയമാവലികളോ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഉപദേഷ്ടാക്കന്മാരുടെ അഭാവത്താൽ ഒരുപാട് പഴയ ഉപദേശങ്ങളുടെ പുതിയ രൂപങ്ങൾ പുനർജനിച്ചപ്പോൾ അവിടെ അതിന് വിരുദ്ധമായതിനെ ഖണ്ഡിച്ചുകൊണ്ടും തർജ്ജനം ചെയ്തുകൊണ്ടുമാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലൊക്കെ ഇത്തരം ധാർമ്മിക ഉപദേശങ്ങൾ കൂടുതൽ പറയാനുള്ള ശ്രമം നടത്തിയത്. അതിൽ ഒന്നാമത്തെ പൗലോസ് പറഞ്ഞ നമ്മൾ പരിഗണിക്കേണ്ട ഗുണം ആത്മാവിന്റെ ഗുണങ്ങൾ തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മാവിന്റെ ഫലം എന്തൊക്കെയാണ്? ഒന്നാമത്തെ പട്ടികയിൽ പറയുന്ന സ്നേഹം, സന്തോഷം, സമാധാനം. പിന്നീട് 4 ഗുണങ്ങൾ: ദീർഘക്ഷമ, ദയ, സൗമ്യത, ഇന്ദ്രിയം. ഈ 2 ഈ പട്ടിക പഠിച്ചാൽ ഒന്നാമത്തതിന്റെ പ്രതിഫലനമാണ് രണ്ടാമതെന്നത്. ഒന്നാമത്തതിന്റെ പ്രതിഫലനം. ഇനി അതിന്റെ അടുത്തുള്ള പരോപകാരം, വിശ്വസ്തത. 3 ചുരുക്കം പറഞ്ഞാൽ ആത്മാവിന്റെ ഫലം അതിനെ നമ്മൾ 3 തരത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഒന്നാമത്തേതിന്റെ ഒരു പ്രതിഫലനം, രണ്ടാമത്തേത് എന്ന് പറയുന്നതിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ ജീവിത ശൈലിയാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം ഇനി രണ്ടാമതായിട്ട് പൗലോസ് പറഞ്ഞ പരിഗണിക്കപ്പെട്ട ഗുണങ്ങളിൽ ഒന്ന് സംസാര നിമിത്തമുള്ള പാപങ്ങൾ, സിൻ ഓഫ് സ്പീച്ചസ്. 2 കൊരിന്ത്യർ 12:20. ദുർഭാഷണം, വെറുപ്പ്, അഹന്ത, പിന്നെ കയ്പ്, പക, കോപം, ദൂഷണം. ചുരുക്കം പറഞ്ഞാൽ കൃത്യമായ ഒരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവൻ നയിക്കുന്ന ആളുകൾ, പുതിയ നിയമസഭയുടെ അംഗങ്ങൾ പാലിക്കപ്പെടേണ്ട പാപങ്ങളിൽ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ട ദുഷ്ടതകളിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് പറയുന്നത്. ഇനി സാമൂഹ്യ പാപങ്ങൾ എന്ന നിലയിൽ പൗലോസ് പറഞ്ഞ ചില കാര്യങ്ങൾ, അതാണ് മോഷണം, കൊലപാതകം, ദുർമോഹം, അസൂയ, പക, ഭിന്നത, ദൂഷണം എന്നിവ സാമൂഹ്യ തിന്മകൾ. എഫേസ്യ ലേഖനം 4:28, ഞാൻ ഈ നോട്ട് തരാം, റോമിന്റെ 1:29. ഇനി മോഷണത്തോടും ഈ വിഗ്രഹാരാധനയോടും തുല്യമായി പൗലോസ് പരിഗണിച്ച ഒരു സാമൂഹ്യ പാപമാണ് അത്യാഗ്രഹം, ഗ്രീഡിനെസ് എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 5:10 എന്ന് പറയുക. വിഗ്രഹാരാധനയോടും
അതുപോലെ തന്നെ മോഷണത്തോടും കൃത്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു പാപം. അപ്പം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാർത്ഥമായ സിൻ ഓഫ് സെൽഫിഷൻ. ഈ സ്വാർത്ഥപരമായ പാപം എന്താ? പൗലോസ് ഫിലിപ്പിയർ 2:3 പറയുന്നു, സ്വാർത്ഥതയാലും ദുരഭിമാനത്താലും താഴ്മയിൽ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണിക്കൊള്ളുവിൻ. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ അനുവർത്തിക്കേണ്ടതും ഉപേക്ഷിക്കേണ്ടതുമായ പാപങ്ങളുടെ വലിയ ലിസ്റ്റ് നമുക്ക് ഈ ഭാഗത്ത് കൂടി കാണാൻ കഴിയും. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഈ പൗലൂസിന്റെ ധാർമ്മിക ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൾ ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഈ പാഠങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാഠം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പല ചിന്തകൾ ഈ പൗലൂസിന്റെ ധർമ്മോപദേശങ്ങളിൽ പൊളയൻ തിയോളജിയിൽ പഠിക്കുകയുണ്ടായി. ഈ ആദ്യം മുതൽ നമ്മൾ ചിന്തിച്ചു വന്നാൽ ഒരു റിവിഷൻ പോലെ ചിന്തിച്ചാൽ ഈ ഭാഗങ്ങൾ വാസ്തവത്തിൽ ഞാൻ നിങ്ങളെ എപ്പോഴും ധൈര്യപ്പെടുത്തുകയല്ല, എപ്പോഴും പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരു വാക്ക് ഞാൻ പറയാറുള്ളത്, നമ്മൾ ഈ ലേഖനങ്ങൾ വായിച്ച് പഠിക്കണം എന്നുള്ളതാണ്. ലേഖനങ്ങൾ നിങ്ങൾ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ പോലും ലേഖനങ്ങൾ വായിച്ച് പഠിക്കുകയും അത്തരം ഉപദേശങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യണമെന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. കാരണം ഈ പുതുനിയമ ഉപദേശങ്ങളുടെ ഒരു ധാർമ്മിക വശങ്ങൾ, അതിന്റെ ഒരു സാധാരണ ഒരു പ്രാക്ടിക്കൽ ലൈഫ് അല്ലെങ്കിൽ പ്രായോഗിക വശങ്ങളൊക്കെ പുതുനിയമത്തിന്റെ ഏടുകളിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമുക്ക് വളരെ എളുപ്പമാണ്, വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാനും പറയാനും ഒക്കെ എളുപ്പമുള്ള ഒരു കാര്യമാണ് പഴയ നിയമത്തിന്റെ ഏടുകൾ ധാരാളം ചിന്തിച്ചു കഴിഞ്ഞാൽ. നമുക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ആ കഥ പറഞ്ഞു നിൽക്കാം. പക്ഷേ അല്പം കൂടി വിശാലമായിട്ട് മനുഷ്യന് ഇന്ന് കൃത്യമായി ആവശ്യമുള്ള സാമൂഹ്യപരമായി, സാംസ്കാരികപരമായി, വിശ്വാസപരമായി, പ്രായോഗികപരമായി, ഭൗതികപരമായി, യുക്തിപരമായി, അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ വിശ്വാസം നയിക്കുന്നത് കൃത്യമായി ഒരു കഥയുടെയോ കെട്ടുകഥയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈകാരികമായ ഒരു സംതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല ജീവിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ പറയാം, ഈ കാലഘട്ടങ്ങളിൽ ഒരു ഭൂരിപക്ഷം ആളുകളും ഇന്ന് ഒരു വൈകാരിക സംതൃപ്തി മതി, പ്രസംഗമാണെങ്കിലും കൊള്ളാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ താളത്തിൽ തുടങ്ങി അവതാളത്തിൽ കൈയടിച്ച് അവസാനിപ്പിക്കുന്ന ഒരു കാര്യപരിപാടി ആയിട്ട് നമ്മുടെ എല്ലാ കൂട്ടായ്മകളും അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു ഉന്മേഷം, ഒരു സന്തോഷം, ഒരു മാനസിക ഉല്ലാസം, അതിനപ്പുറമായ ഒരു വൈകാരികമായ ഒരു സംതൃപ്തി കേട്ടോ. ഇന്ന് ഞാൻ എന്ത് ചെയ്യാ, കുറച്ചു നേരം എന്റെ ദുഃഖമൊക്കെ മറന്ന് ഞാൻ അങ്ങ് സന്തോഷിച്ചു. അത് നല്ലതാണ്, അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം, അത് ഞാൻ നല്ല കാര്യം. പക്ഷേ നമ്മുടെ വിശ്വാസത്തെ ഇന്ന് നമ്മൾ സന്ധിക്കുന്നത് ഒരു സാധാരണ ആളുകളെ അല്ല. നമ്മൾ ഒരു ബൈബിളുമായിട്ട് ഒരു സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മൾ എതിർപ്പെടുന്ന ആളുകളുടെ ജ്ഞാനം നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൈബിളിന്റെ എല്ലാ വിശദാംശങ്ങളും കൃത്യമായി, നമ്മുടെ ഉപദേശം എന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് പഠിച്ചിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സന്ധിക്കാൻ പോകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരസ്യമായി നിന്ന് നമ്മൾ വചനം പറയുമ്പോൾ തന്നെ നമ്മളെ എതിർപ്പെടുന്ന ആളുകൾ കൃത്യമായിട്ട് വചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തെ നന്നായി ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് പോലും നമുക്ക് സന്ദേഹിക്കേണ്ട അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ശുപാർശ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് ഇത്രയും ഉള്ളൂ, ഒരു വൈകാരികമായ സംതൃപ്തിയുടെ കാലം കഴിഞ്ഞു. അതല്ല, നമ്മൾ കൃത്യമായി കൂലങ്കഷമായി തന്നെ നമ്മുടെ വിശ്വാസത്തെ പഠിക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തെ വെറുതെ ഒന്ന് ഓടിച്ച് പറയല്ലാതെ ബൈബിളിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്താണ് നമ്മുടെ വിശ്വാസ പ്രമാണം, എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി, എന്തുകൊണ്ട് ഞാൻ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ ബൈബിൾ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് പുതിയ നിയമത്തിലെ ഉപദേശങ്ങളെ വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഞാൻ സഭയുടെ അംഗമായിരിക്കുന്നു, ഇതൊക്കെ കൃത്യമായി നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് നമ്മൾ ഉറപ്പുള്ളവരായി നിന്നെങ്കിൽ മാത്രമേ ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് കൃത്യമായി നമ്മളെ എതിർപ്പെടുന്ന ആളുകളോട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും ഒപ്പം തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഞാനൊരു വിശ്വാസിയാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകുകയും. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകിച്ച് പൗലൂസിന്റെ ലേഖനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു. പൊളയൻ തിയോളജി അല്ലെങ്കിൽ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അതിന്റെ നോട്ട്, ഈ ഇന്നത്തെ ക്ലാസ്സിൽ നോട്ട് അല്പം കൂടി വിശദമായിട്ട് ഞാൻ തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ
ഹോമിലിറ്റിക്സ് അഥവാ പ്രസംഗശാസ്ത്രം. എന്തുകൊണ്ട് പ്രസംഗശാസ്ത്രം, എന്തുകൊണ്ട് പ്രസംഗിക്കണം, അതിന്റെ ഗുണങ്ങൾ എന്താണ്, നിയമങ്ങൾ എന്താണ്, ഏതെല്ലാം തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്, പ്രസംഗങ്ങളുടെ ഗുണങ്ങൾ എങ്ങനെയാണ് ഒരു പ്രസംഗം തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വിശാലമായിട്ട് പറയാൻ സമയമില്ല എങ്കിൽ പോലും അതിൽ ഒരു ആമുഖമായിട്ട് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്കൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാം അനുകൂലമായി സന്തോഷമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ ഒരു സ്തോത്രം പറയാമോ? കരം ഉയർത്തി. മനസ്സിലായോ? വളരെ അനുഗ്രഹമായിരുന്നു കർത്തൃദാസൻ. ഒരുപാട് അനുഗ്രഹിക്കട്ടെ. മനസ്സിലായെങ്കിൽ സന്തോഷം. സ്തോത്രം. നിങ്ങളുടെ ഒരു പ്രതികരണം ഞാൻ അതിന് വിശദാംശം എഴുതിയിടാം. നിങ്ങളുടെ ഒരു അസൈൻമെന്റ് പോലെ എന്താണ് ഈ ക്ലാസ് കൊണ്ട് പ്രയോജനപ്പെട്ടത്, പഠിച്ചെന്താണെന്ന് എഴുതി എന്നെ പേഴ്സണൽ, ഗ്രൂപ്പിലല്ല പേഴ്സണലിൽ ഇടണം എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. വിശദാംശങ്ങൾ ഞാൻ ഗ്രൂപ്പിലിടാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത പുതിയ വിഷയമായിട്ട് കാണാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്കുട്ടി പ്രാർത്ഥിച്ച് നമ്മൾ ആശീർവാദം പറഞ്ഞ് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കും. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം നമ്മരമായി കർത്താവേ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ സമയത്തും കർത്താവിന്റെ അടുക്കൽ ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിന്റെ ദാസൻ കൂടി ലഭിക്കപ്പെട്ട മൂല്യങ്ങളായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പൗലോസിനായിരിക്കുന്ന ചിന്തയിൽ കൂടെ ഞങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കി കർത്താവെ, വിശ്വാസം ഞങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തണമെന്നുള്ള ആഴമായ നിലയിൽ അങ്ങ് ഞങ്ങളെ ഗ്രഹിപ്പിച്ച വിശ്വസ്തതയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടത്തിനനുസരണമായി ഞങ്ങൾ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തെ ആത്മാർത്ഥമായി ജീവിതത്തിൽ കൂടെ കർത്താവെ അത് ലോകത്തിന് പ്രതിഫലിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കർത്താവെ തിരുവചനത്തെ ആഴമായി ഗ്രഹിപ്പാനും പഠിപ്പാനും അത് കർത്താവെ മറ്റുള്ളവർക്ക് സാക്ഷ്യമായിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി, മാസങ്ങളായി കർത്താവിന്റെ ദാസനെ ഈ വിഷയം പഠിപ്പിക്കുവാൻ ദൈവം ശക്തിയായി പ്രയോജനപ്പെടുത്തി ഉപയോഗിച്ച ആ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ദാസനെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കണമേ. ആയിരിക്കുന്ന മണ്ഡലം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് പിന്നെയും അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം വിളിയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ക്ലാസ്സുകളിലും കർത്താവെ ആവശ്യമായിരിക്കുന്ന അതേ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ആവശ്യമായ കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണം. ഒരു പുതിയ വിഷയമായി എടുത്ത് ഒരുമിച്ച് കാണുമ്പോഴും കർത്താവിന്റെ കൃപ അതുവരെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പെരുവരായി സമർപ്പിക്കുന്നു. ഓരോരുത്തരുടെയും സാഹചര്യങ്ങളും അവസ്ഥകളും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഇന്ന് പകൽക്കാൽ ഒന്നുകൂടെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമുള്ളവരായി ജീവിച്ച് അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിന്റെ നാമത്തിന് നിൽപ്പാൻ വെളിയാക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വചന പഠനം എല്ലാവർക്കും നന്മയാക്കി തീർക്കണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവ സമൃദ്ധിയെ അനുഗ്രഹിക്കണമേ. മുൻനിരയിൽ അധ്വാനിക്കുന്ന കർത്താവിന്റെ വിലപിടാസൻ ഷാജി പാഷയ്ക്ക് വേണ്ടിയും ലാലു പാഷയ്ക്ക് വേണ്ടിയും പ്രത്യേക പ്രാർത്ഥിക്കുന്നു. മറ്റു വിഷയങ്ങളൊക്കെ എടുക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും കർത്താവെ ദൈവം അനുഗ്രഹിക്കണം. കുടുംബങ്ങളായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ വരവിന്റെ അതേ കർത്താവെ സ്തോത്രലക്ഷണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കപ്പെടുവാനും ഞങ്ങളെ തന്നെ കർത്താവിനെ സൂക്ഷിപ്പാനുമുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. നാളത്തെ ക്ലാസ്സിൽ എടുത്തു വരുമ്പോഴെങ്കിലും സൂക്ഷിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണവിനയത്തോടെ സമർപ്പിക്കുന്നു. സകലമാനവും മഹത്വവും ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ നിരന്തരം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും നടത്തിപ്പും സൂക്ഷിപ്പും ആലോചനയും നമ്മെല്ലാവരോടും കൂടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവരെയും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടുകൂടിയും എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. Either English or Malayalam. For assignment, maybe you can write either English or Malayalam. English മലയാളത്തിൽ എഴുതാൻ കേട്ടോ, കുഴപ്പമില്ല. Feel free to write either English or Malayalam. നിങ്ങൾ എഴുതുക. ഞാൻ നമ്പർ ഡീറ്റെയിൽസിന് ഇടാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ഓക്കെ.
Good night, Pastor. Thank you.